ഇതൊക്കെ പാഠങ്ങളില്ലേ മുഅ്മിനേ? ആഴത്തിലുള്ള പാഠങ്ങളില്ലേ ഇതിനുള്ളിലൊക്കെ? ഏറ്റവും വലിയ മഹിതമായ മാതൃകകളിലൂടെ അംബിയാഇന്റെ മാതൃകയിൽ വന്ന പ്രബുദ്ധരായ സജ്ജനങ്ങളുടെ ഹൃദയത്തിന്റെ വിശുദ്ധിയുടെ ഏറ്റവും മഹാവിഹായസ്സുകളാണ്, ഏറ്റവും അത്യുന്നതങ്ങളായ മൂല്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ പുറത്തു കൊടുക്കണമേ, മാപ്പ് ചെയ്യണേ. അലാ തുഹിബ്ബൂന അൻ യഗ്ഫിറല്ലാഹു ലക്കും, നിങ്ങൾക്ക് അല്ലാഹു പുറത്തു തരാൻ നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ലയോ? ആരാണ് തെറ്റില്ലാത്തവര്? ആരാണ് കുറ്റം കുറവില്ലാത്തവര്? ആരാണ് ന്യൂനതയില്ലാത്തവര്? വലസ്താ ബിമുസ്തബിഖിൻ അഖല്ലാ തലുമ്മുഹു വലസ്താ ബിമുസ്തബിഖിൻ അഖല്ലാ തലുമ്മുഹു അലാ ശാഅത്തിൻ അയ്യുൽ റിജാലിൽ മുഹദ്ദബൂ. ഒരു തെറ്റുമില്ലാത്ത, ഒരു കുഴപ്പവുമില്ലാത്തൊരു കൂട്ടുകാരിയെ വേണമെന്ന് പെങ്ങളെ നിങ്ങൾ ആലോചിച്ചിട്ട് കാര്യമില്ല. ഒരു കുഴപ്പമില്ലാത്തൊരു പെണ്ണിനെ, ഒരു ഭർത്താവെ ഒരാൾക്കും കിട്ടുകയുമില്ല. ഒരു കുഴപ്പവുമില്ലാത്തൊരാണിനെ, ഒരു കുഴപ്പവുമില്ലാത്തൊരു സുഹൃത്തിനെ സഹോദര നിനക്ക് ലഭിക്കുകയില്ല. ഒരു കുഴപ്പവുമില്ലാത്ത ഭർത്താവിനെ സഹോദരി നിനക്കും കിട്ടില്ല. കുഴപ്പങ്ങളില്ലാത്ത ഉമ്മമാരുണ്ടോ, ഉപ്പമാരുണ്ടോ, മക്കളുണ്ടോ? ആർക്കാണ് കുഴപ്പങ്ങളില്ലാത്തത്? അങ്ങനെ കുഴപ്പമുള്ളവരൊന്നും എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആർക്കെങ്കിലും പറ്റുമോ? നിങ്ങൾക്കുമില്ലേ കുഴപ്പങ്ങള്? മഅസൂം അല്ലാഹുവിന്റെ റസൂലല്ലേ, അമ്പിയാക്കളല്ലേ പാപങ്ങളില്ലാത്തവര്, അമ്പിയാക്കളല്ലേ പാപസുരക്ഷിതമായവര്. അതുകൊണ്ട് തെറ്റുകൾ പുറത്തു കൊടുക്കണമേ. അലാ തുഹിബ്ബൂന അൻ യഗ്ഫിറല്ലാഹു ലക്കും, അല്ലാഹു നിങ്ങൾക്ക് പുറത്തു തരാൻ നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ലയോ എന്ന് മഹാനായ പരിശുദ്ധമായ വിശുദ്ധ ഖുർആനിൽ അഷ്റഫുൽ ഖൽഖ് തങ്ങളുടെ കാലത്തെ സുദ്ദീഖ് തങ്ങളുടെ വിഷയത്തിൽ ഇറങ്ങിയ ആയത്താണത്. നിങ്ങൾക്ക് ഇഷ്ടമല്ലേ അല്ലാഹു പുറത്തു തരാൻ? അതേ റബ്ബേ, ഞങ്ങൾക്ക് ഇഷ്ടമാണ് പടച്ചവനെ, നിങ്ങൾക്ക് പുറത്തു തരണേ തമ്പുരാനെ. അല്ലാഹു ഞങ്ങൾക്ക് പുറത്തു തരണേ തമ്പുരാനെ. നമ്മൾ ജനങ്ങൾക്ക് പുറത്തു കൊടുക്കുക, അല്ലാഹു നമുക്ക് പുറത്തു തരട്ടെ. സെയ്ദ് ഇബ്നു അസ്ലം റളിയല്ലാഹു അൻഹു അബൂ ദുജാന തങ്ങൾ ലോകത്തോട് വിട പറയാൻ നിൽക്കുമ്പോൾ വലിയ അസുഖം ബാധിച്ച് കിടക്കുമ്പോൾ മഹാനവറുകളെ കാണാൻ വേണ്ടി ചെല്ലുന്നു. മഹാനായ സെയ്ദ് ഇബ്നു അസ്ലം തങ്ങൾ സന്ദർശിച്ചത് മഹാനായ അബൂ ദുജാന റളിയല്ലാഹു അൻഹുവിനെ. മുഖങ്ങനെ വല്ലാത്ത തിളക്കമുണ്ട്. വകാന വജ്ഹുഹു യതഹല്ലലു, മുഖത്ത് എന്തെന്നില്ലാത്ത ഭംഗി, മുഖങ്ങനെ തിളങ്ങാണ്. എന്ന് പറയില്ലേ, ചില ആളുകൾ മരിച്ചു കഴിയുമ്പോ എന്തോ ഒരു ചൊർക്ക്. ഉമ്മാമാനെ കാണാന്, ഉമ്മാമാനെ മരിച്ചാ കുളിപ്പിക്കാൻ എടുത്തപ്പോഴേ, കുളിപ്പിച്ച് കഴിഞ്ഞപ്പോഴേ എന്താ പുഞ്ചിരി, എന്ത് രസമുള്ള മുഖമായിരുന്നു അങ്ങനെ പറയും. കുളിപ്പിച്ചു കഴിയുമ്പോഴേക്കും മുഖം ഇരുണ്ടുപോകുന്ന ആളുകളുണ്ട്. മുഖത്തെ വെളിച്ചം അതിന്റെ മരിക്കുമ്പോഴേക്കും നഷ്ടപ്പെടുന്നവരുണ്ട്. അല്ലാഹു നമുക്കൊക്കെ നല്ല ഹുസ്നുൽ ഖാത്തിമത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. അങ്ങോട്ടാണ് മുഅ്മിനെ നമ്മുടെ ഓട്ടം. എന്ത് തലകുത്തി മറിഞ്ഞാൽ അവസാനം മരിക്കുന്ന നേരത്ത് ഈമാൻ കിട്ടണം അല്ലേ? അതില്ലെങ്കിൽ എന്ത് കളി കളിച്ചിട്ടും കാര്യമില്ല, എന്ത് ചെയ്തിട്ടും കാര്യമില്ല. നമ്മുടെ രക്ഷ അവിടെയാണ്, ഹുസ്നുൽ ഖാത്തിമത്താണ്. ഈ സദസ്സിന്റെ ഇവിടെ നൽകുന്ന 3 മോതിരം കൂടെ ഇവിടെ വന്നു. ഒരുപാട് 3 കുട്ടികളെ 40,000 വെച്ചിട്ടാണ് ഏറ്റെടുത്തത്. 1,20,000 3 പേര് ഏറ്റെടുത്തപ്പോ അൽഹംദുലില്ലാഹ് ഇവിടെ നൽകിയ ദാനങ്ങൾ 3 മോതിരം കൂടെ കൈവിരലുകൾ നഴിച്ചിട്ടാണ് ഈ കൊടുക്കുന്നത്. അല്ലാഹുവിന്റെ പ്രീതി കിട്ടാൻ വേണ്ടി പടച്ചവനെ ഞങ്ങൾക്കൊക്കെ ഖൈറായ മരണനേരം കലിമ ചൊല്ലി സന്തോഷത്തോടെ മരിക്കാനുള്ള ഭാഗ്യം നൽകണേ തമ്പുരാനെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. ജസീൽ എന്ന് പറഞ്ഞൊരു പ്രവാസി ഇതാ ഒരു കുട്ടിയെ ഏറ്റെടുത്തു. മൊബൈൽ നമ്പറും തന്നിട്ടുണ്ട്. അല്ലാഹുവേ നീ ബർക്കത്ത് ചെയ്യണേ തമ്പുരാനെ. ഇത് ഓൺലൈനിൽ ഗൾഫിൽ ഇരുന്നിട്ട് കേൾക്കുകയാണ് പരിപാടി. നമ്മോടൊപ്പം ശരീരം കൊണ്ടില്ല, പക്ഷേ ഒരു കുട്ടിയെ ഏറ്റെടുത്തു. അൽഹംദുലില്ലാഹ്. അല്ലാഹുവേ നീ അദ്ദേഹത്തിന്റെ കച്ചവടത്തിലും ജോലിയിലും തൊഴിലിലും മക്കളിലും കുടുംബത്തിലും എല്ലാറ്റിലും 2 ലോകത്തും നീ അല്ലാഹുവേ എല്ലാ ഖൈറും നീ അദ്ദേഹത്തിന് നൽകണേ തമ്പുരാനെ. ആമീൻ. വേറെ ഒരു ലൈവ് കണ്ട പ്രവാസി ഒരു കുട്ടിയെ ഏറ്റെടുത്തിട്ടുണ്ട്. അപ്പൊ ഇനി ഒരു കുട്ടിയെ ബാക്കിയുള്ളൂ. അതും അയ്യൂബ് എന്ന് പറഞ്ഞാൽ ഒരു കുട്ടിയെ ഏറ്റെടുത്തു. അല്ലാഹു അക്ബർ. 6 കുട്ടികളെ അൽഹംദുലില്ലാഹ് വളരെ റാഹത്തില് പ്രവാസികളും നാട്ടുകാരും ഇവിടെ ഒരു കമ്പനിയും ഒക്കെ ആയിട്ട് ഏറ്റെടുത്തു. അല്ലാഹുവിന് എല്ലാവർക്കും ഖൈർ കൊടുക്കണേ റബ്ബേ. അവർക്കും അവരുമായി ബന്ധപ്പെട്ടവർക്കും അല്ലാഹുവേ ഹുസ്നുൽ ഖാത്തിമത്ത്, മരണനേരത്തെ രക്ഷപ്പെടലും ഈമാനും ഞങ്ങൾക്കൊക്കെ നൽകണേ റബ്ബേ. അവർ ചെയ്ത സ്വതക്കയുടെ ബർക്കത്ത് കൊണ്ടെങ്കിലും നൽകണേ തമ്പുരാനെ. അല്ലാഹുവിനെ ഞങ്ങൾക്ക് പരലോക വിജയം നൽകണേ റബ്ബേ. ഈ ദുനിയാവിൽ ഇസ്സത്ത് നൽകണേ തമ്പുരാനെ. ദാരിദ്ര്യം കൊണ്ട് പരീക്ഷിക്കരുതേ റബ്ബേ. ഞങ്ങൾക്ക് ഹാഫിളീങ്ങളാവാനോ പഠിക്കാനോ കഴിഞ്ഞില്ല. പടച്ചവനെ പഠിക്കുന്ന മക്കളെ സഹായിച്ച ആളുകൾ
അവർക്കൊക്കെ അല്ലാഹുവേ നീ വലിയ തൗഫീഖ് കൊടുക്കണേ റഹ്മാനെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അബൂ ദുജാന റളിയല്ലാഹു അൻഹു മരിക്കാൻ കിടക്കുമ്പോഴാണ് സയ്യിദ് ഇബ്നു അസ്ലം എന്നവർ ചെല്ലുന്നത്. മുഖത്ത് എന്തെന്നില്ലാത്ത വെളിച്ചം. മാലി വജ്ഹിക യതഹല്ലലു. അല്ല അബൂ ദുജാന, എന്താണ് നിങ്ങളുടെ മുഖത്തിന് എന്തെന്നില്ലാത്ത ശോഭ? എന്താണ് നിങ്ങളുടെ ശോഭ? എന്ത് രസമുള്ള മുഖം! എന്താണ് നിങ്ങളുടെ ഈ മുഖവെളിച്ചത്തിന്റെ കാരണം എന്താണ് എന്ന് ചോദിച്ചപ്പോ അബൂ ദുജാന റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ ചെയ്ത ജീവിതത്തിലെ കർമ്മങ്ങളിൽ 2 എനിക്ക് ഏറ്റവും പ്രതീക്ഷ നൽകുന്നത്. 2 വിഷയം ഞാൻ ശ്രദ്ധിച്ചിരുന്നു. കുൻതു ലാ അതകല്ലമു ഫീമാ ലാ യഅനീനി. എനിക്കാവശ്യമില്ലാത്ത ഒരു വിഷയം, അനാവശ്യമായ വാക്കുകളും അനാവശ്യമായ വിഷയങ്ങളിലും ഞാൻ ഇടപെടാറില്ലായിരുന്നു. അനാവശ്യമായ വിഷയം ഞാൻ ഇടപെടൂല. അങ്ങനെയാ. ഒരു ഫോൺ വിളിക്കാണ്, ആവശ്യത്തിന് വിളിക്കാൻ, കാര്യം പറഞ്ഞു വെക്കുക. എത്ര റാഹത്താണ്. ഒരു വോയിസ് മെസ്സേജ് വിടുകയാണ്, അത് വളരെ ചുരുക്കി ആറ്റിക്കുറുക്കി, എത്ര ചുരുക്കാൻ പറ്റുമോ ചുരുക്കിയിട്ട്. ഒരു കാര്യം പറയാൻ വെറുതെ സമയം കളയാതെ പെട്ടെന്ന് പറയാൻ, അല്ലേ? എത്ര റാഹത്തുണ്ടായിരിക്കും. വെറുതെ ലാൻഡ് ഫോൺ എന്നൊക്കെ വിളിച്ചിട്ട് ലാൻഡ് ഫോൺ ഫ്രീ ആണോ, അല്ലെ ചെലവ് കുറവാന്നൊക്കെ പറഞ്ഞ് ഇനിയിപ്പം എന്താ നമ്മളെ മോഡിന്റെ വർത്താനം എന്താ, അല്ലെങ്കിൽ മറ്റാളുടെ വർത്താനം എന്താ, ഇതെന്താ, ഇങ്ങനെ എല്ലാ നാട്ടുകാരും തീർന്നിട്ട് പിന്നെ രാഷ്ട്രീയക്കാരും അതും ഇത്. എന്തിനതിന്റെ ആവശ്യം? എന്തിനങ്ങനെ പറയണം? എന്തിനു മനുഷ്യന്മാരുടെ സമയം കേടെടുത്തണം? ഒരു നിസ്കാരത്തിന് മുസല്ലി എഴുന്നേറ്റ് വന്നിട്ടായിരിക്കും ഫോൺ ചെയ്യുക. സഹോദരിമാരൊക്കെ അങ്ങനെ ഒരുപാട് വിഷമം അനുഭവിക്കുന്നവരുണ്ട്. വെറുതെ വിളിച്ച് നേരം കളയാം. അനാവശ്യങ്ങൾ തീമാലായ അനി. എന്തിന് അനാവശ്യങ്ങളിൽ സമയം കളയണം? അനാവശ്യ വിഷയം എന്തിന് ചർച്ച ചെയ്യണം? ഞാനങ്ങനെ അനാവശ്യമായ വിഷയങ്ങളിൽ ഒരിക്കലും സംസാരിക്കാറില്ലായിരുന്നു. പിന്നെ 2ാമത്തെ കാര്യം, എന്റെ ജീവിതത്തിൽ അല്ലാഹു സ്വീകരിക്കുമെന്ന് പ്രതീക്ഷയുള്ള വിഷയം. അന ഖൽബി മുസ്ലിമീന സലീമാ. എന്റെ മനസ്സിൽ മുസ്ലിമീങ്ങളോട് ഒരു വിഷമവും തോന്നിയിട്ടില്ല. മുസ്ലിമീങ്ങളോട് എന്റെ മനസ്സിനുള്ളിൽ ഒരു വെറുപ്പോ വിഷമമോ തോന്നാറില്ലായിരുന്നു. ഞാൻ നല്ല നിലയിൽ സംശുദ്ധമായ ഹൃദയത്തോടുകൂടെ കടന്നു ചെല്ലുന്ന ആളാണ്. ഇങ്ങോട്ട് വെറുക്കുന്നവര്, മുഖം കറുപ്പിച്ച് നോക്കുന്നവര്, സലാം പറഞ്ഞാൽ മടക്കാത്തവര്, വെറുപ്പോടുകൂടെ നടക്കുന്നവര്, എന്നാലും അങ്ങോട്ട് പ്രസന്നമായിട്ട് സലാം പറയുന്നത്. സലാം പറഞ്ഞാൽ പകുതി കൈയൊക്കെ കൊടുക്കുന്നവരുണ്ട്. അങ്ങനെ ഇത്രയും പിടിക്കില്ല, തല്ലത്ത് മുഴുവൻ തരൂല. നിങ്ങൾ നമ്മളെ സംഘടനയിലല്ലല്ലോ, അതുകൊണ്ട് തരൂല. എന്തൊരു സാധുക്കളാണ് റബ്ബേ. അല്ലാഹു നല്ല ബുദ്ധി കൊടുക്കട്ടെ. ഞങ്ങൾ മാത്രം സ്വർഗത്തേക്ക് പോകുള്ളൂ എന്നൊക്കെ വിചാരിക്കുന്ന എത്ര സാധുക്കളുണ്ട്. അള്ളാന്റെ സ്വർഗം ലഖദ് ഹജ്ജർത വാസിഅ. ഇത്ര വിശാലമായ അള്ളാന്റെ സ്വർഗം നിങ്ങൾ എന്ത് ചെയ്യരുത്, ചുരുക്കിക്കളയണ്ട. അവിടെ കുറെ ആൾക്കാർക്ക് വരാൻ സ്ഥലമുണ്ട്. അവ്വലീങ്ങളും ആഖിരീങ്ങളുമായ ഒരുപാട്. സുല്ലത്തും മിനൽ അവ്വലീൻ വസുല്ലത്തും മിനൽ ആഖിരീൻ. മുൻഗാമികളിൽ ഒരുപാട് പേർ, പിൻഗാമികളിലും ഒരുപാട് പേർ. എങ്ങനെ ഞങ്ങൾ മാത്രം എന്ന് പറയാ? അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട. അതൊക്കെ മോശം. ആരാണ് നിങ്ങളെ തലേക്ക് ഇതൊക്കെ കയറ്റി വെച്ച് തരുന്നത്? അല്ലാഹു ആലം. ബുദ്ധിയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യുക. ഒന്ന് അടിയന്തരമായിട്ടൊന്ന് സർവീസ് ചെയ്യാൻ നേരായിട്ടുണ്ട്. ചിന്തകളും വിചാരങ്ങളും കാഴ്ചപ്പാടുകളും ഒക്കെ അല്ലാഹു തആല ഖൽബുകളൊക്കെ നന്നാക്കി തരട്ടെ. ആമീൻ. ഒരു മുഹ്സിൻ എന്ന് പറയുന്ന ആൾ ഖത്തറിൽ നിന്നും ഒരു കുട്ടിയുടെ ചെലവിലേക്ക് തന്നിട്ടുണ്ട്. നമുക്ക് ഇനിയും കുട്ടികൾ വരുമല്ലോ, അവരുടെ ചെലവിലേക്ക് ഏറ്റെടുക്കാം. അൽഹംദുലില്ലാഹ്. ദുആ ഖത്തറിൽ നിന്നാണ്. അല്ലാഹുവേ, നീ അദ്ദേഹത്തിന്റെ ബിസിനസ്സിൽ ബറക്കത്ത് ചെയ്യണേ തമ്പുരാനെ. നമ്മുടെ ഉമർ എന്ന് പറഞ്ഞ കെയർ ഓഫിലാണ് അത് വന്നത്. അല്ലാഹു തആല ഖബൂൽ ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. മഹാനവറുകൾ അബൂ ദുജാന റളിയല്ലാഹു അൻഹുവിന്റെ മുഖത്ത് പ്രസന്നത കാണുമ്പോ, എന്തേ നിങ്ങളുടെ മുഖത്ത് ഇത്ര നല്ല പ്രസന്നതയുണ്ടാവാൻ കാരണം എന്ന് ചോദിച്ചപ്പോ പറഞ്ഞ വിഷയം, ഒന്ന്, അനാവശ്യമായതൊന്നും ഞാൻ സംസാരിക്കാറില്ല. പിന്നെ ഒരു മുസ്ലിമിനോട് എന്റെ മനസ്സിലൊരു വെറുപ്പില്ല. ആശയപരമായ വ്യത്യാസങ്ങൾ ഉണ്ടാവും സ്വാഭാവികമായി.
ചില നിലപാടുകൾ നമുക്ക് സഹിക്കാൻ അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്തതാകുമ്പോൾ നമ്മൾ പറയും. ഞാൻ പറയാറുണ്ട്, അതിനെനിക്ക് കുറെ ശത്രുക്കളുണ്ടെന്ന് എനിക്കറിയാം, പക്ഷെ എനിക്കതിന് വെറുപ്പില്ല. എന്തെന്നറിയോ, അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത വിഷയം നടക്കുമ്പോ അത് കണ്ടില്ല എന്ന് വിചാരിക്കാൻ പറ്റൂല, നമ്മളത് പറയും. അതിന് നമ്മളോട് വ്യക്തിപരമായി ദേഷ്യം വെക്കണ്ട. അത് ദീനിന്റെ വിഷയമാണ്, എന്റെ സ്വന്തം കാര്യമല്ലല്ലോ, ദീനിന്റെ വിഷയമാണ്. അത് തെറ്റ് തിരുത്താനുള്ളതാണ്. അത് ആർക്കും തെറ്റുവെച്ചു, ആർക്കുമാവാം തെറ്റ്. ആ നിലപാടുകൾ ശരിയല്ലെന്ന് പറയും, ആ സ്വഭാവം ശരിയല്ലെന്ന് പറയും, ഈ കാഴ്ചപ്പാടുകൾ ശരിയല്ലെന്ന് വിശുദ്ധ ഖുർആനിന്റെയോ ഹദീസിന്റെയോ സ്വഹാബത്തിന്റെയോ താബിഈങ്ങളുടെയോ അനുഭവങ്ങൾ വെച്ച് നോക്കുമ്പോ മനസ്സിൽ വെറുപ്പ് തോന്നുന്ന ചില സ്വഭാവങ്ങൾ കാണുമ്പോ അത് നമുക്ക് പറയേണ്ടി വരും. അതിലെന്ത് ചെയ്യണ്ട, മനുഷ്യൻ അങ്ങോട്ടും ഇങ്ങോട്ടും വെറുക്കണ്ട. ഒരാളുടെ സ്വഭാവത്തെ നമ്മൾ വെറുക്കുന്നു, ആ മനുഷ്യനെ വെറുക്കുന്നില്ല. അങ്ങനെയാണ് അബൂദർദാ റളിയല്ലാഹു അൻഹു ബഗ്ദാദിലൂടെ നടക്കുമ്പോഴല്ലേ ഒരാളെ പിടിച്ചിട്ട് നാട്ടുകാർ മുഴുവൻ തല്ലുകയാണ്, വല്ലാത്ത അടി, കൂട്ടടി അടിക്കാൻ. അപ്പൊ ചോദിച്ചു, എല്ലാരും അടി നിർത്തി, എന്താ വിഷയം? ഇയാളൊരു വലിയ തെറ്റ് ചെയ്തിട്ടുണ്ട്, എന്തോ വ്യഭിചാരമോ മറ്റോ ചെയ്തതാണ്, അടിക്കാൻ, അടി നിർത്തി. ഒരു മനുഷ്യൻ കിണറ്റിൽ വീണാങ്ങൾ എന്താ ചെയ്യാ? അയാളെ പിടിച്ച് എഴുന്നേൽപ്പിക്കുന്നു പറഞ്ഞവരൊക്കെ. ഈ മനുഷ്യന് തെറ്റിൽപ്പെട്ടിരിക്കുക, അയാളെ പിടിച്ചതിന് കരകയറ്റണം, അടിച്ചു കൊന്നിട്ട് എന്താ കാര്യം? ആ മനുഷ്യന് തൗബ ചെയ്തു കൊടുക്കാം. ആ മനുഷ്യന് ദീൻ പറഞ്ഞു കൊടുക്കി, ആ മനുഷ്യന് അല്ലാഹുവിന്റെ ശരീഅത്ത് പറഞ്ഞു കൊടുക്കി. നിങ്ങൾ അടിച്ചയാളെ ജീവൻ എടുക്കുകയാണോ? അതാണോ ചെയ്യേണ്ടത്? അപ്പൊ കൂട്ടത്തിന് ചില ആളുകൾ സ്വഹാബിയായ അബൂദർദാ തങ്ങളോട്, നിങ്ങൾക്ക് ഇയാളോട് ദേഷ്യമില്ലേ എന്ന് ചോദിച്ചു. ദേഷ്യമുണ്ട് അയാളുടെ കർമ്മത്തോട്, അവൻ ചെയ്ത തെറ്റിനോട് എനിക്ക് വെറുപ്പാണ്. പക്ഷെ അവൻ തൗബ ചെയ്ത് മടങ്ങിയാൽ ഫഹുവ അഖീ ഫില്ലാഹ്, അവൻ അല്ലാഹുവിന്റെ മാർഗത്തിൽ എന്റെ സഹോദരനാണ്. അവൻ തൗബ ചെയ്ത് മടങ്ങിയാൽ അവന്റെ കർമ്മത്തോട് എനിക്ക് വെറുപ്പുണ്ട്, ആ വ്യക്തിയോട് വെറുപ്പില്ല. അയാൾ ചെയ്യുന്നതിനോട് എനിക്ക് വെറുപ്പുണ്ട്. തൗബ ചെയ്താൽ മാഷാ അല്ലാഹ് എന്റെ സഹോദരനാണ്. എന്നിട്ട് പറഞ്ഞപ്പോ ആ മനുഷ്യൻ ആകാശത്തെ കയ്യുയർത്തി, റബ്ബേ പുറത്തുതാ പടച്ചവനെ, ഞാനിനി ആ തെറ്റ് ചെയ്യൂല റബ്ബേ. ഇതങ്ങോട്ട് പറഞ്ഞപ്പോ അബൂദർദാ എന്നവർ ചെന്ന് കെട്ടിപ്പിടിച്ചു. മഹാനായ അബൂദർദാ റളിയല്ലാഹു അൻത അഖീ ഫില്ലാഹ്, നീ എന്റെ സഹോദരനാണ്, നിന്നോട് എനിക്ക് വെറുപ്പുണ്ട്, നിന്റെ കർമ്മത്തോട്, നിന്നോടല്ല. അങ്ങനെയാണ് വ്യക്തിയല്ല വെറുക്കുന്നത്, വ്യക്തിയുടെ കർമ്മത്തെയാണ് വെറുക്കുന്നത്. എന്തിനു വേണ്ടി? അല്ലാഹ്ക്ക് വേണ്ടി. എന്തുകൊണ്ട്? ഈമാനിന്റെ ഔസഖുൽ ഈമാൻ, ഈമാനിന്റെ ഏറ്റവും ബലിഷ്ഠമായ കയറ്, ഒരിക്കലും മുറിഞ്ഞു പോവാത്ത ഈമാനിന്റെ കയറെന്ന് പറയുന്നത് അൽ ഹുബ്ബു ഫില്ലാഹി വൽ ബുഗ്ദു ഫില്ലാഹ്. അല്ലാഹുവിനെ ഇഷ്ടമുള്ളവരെ നമ്മൾ ഇഷ്ടപ്പെടണം, അല്ലാഹ് പറഞ്ഞതിനെതിരെ ചെയ്യുന്നവരെ വെറുക്കുകയും ചെയ്യുക എന്നത് ഈമാനിന്റെ ഔസഖുൽ ഈമാൻ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിന്റെ പേരിൽ അതൊരു വൈരാഗ്യമാവണ്ട, അത് നസീഹത്തുകളാണ്, സാരോപദേശങ്ങളാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ഉപദേശിച്ചാലേ അറിയാൻ പറ്റൂ. ഒരു മനുഷ്യൻ പൊട്ടക്കിണറ്റിൽ പോയിട്ട് വീഴാണ്, ആ മനുഷ്യനെ പിടിച്ചു വെക്കേണ്ടി വരും. എന്റെ തടസ്സം നഷ്ടപ്പെടുത്തുകയാണോ? അല്ല, നിങ്ങൾ പൊട്ടക്കിണറ്റിലേക്കാ പോകുന്നത്, അതുകൊണ്ട് നിങ്ങൾ പിടിച്ചു വെച്ചതാണ് എന്ന പോലെ. മഹാനവറുകൾ പറഞ്ഞു, കുൻതു ലാ അതകല്ലമു ഫീമാ ലാ യഅനീനി, അനാവശ്യമായ വിഷയങ്ങളിൽ ഞാൻ ഇടപെടാറില്ല. കാന ഖൽബി ലിൽ മുസ്ലിമീന സലീമാ, എന്റെ മനസ്സിൽ മുസ്ലിമീങ്ങളോട് ഒരു വെറുപ്പും എനിക്കില്ല എന്ന് മഹാനായ അബൂ ദുജാന റളിയല്ലാഹു തആല അൻഹു. യാ അല്ലാഹ്, അതുകൊണ്ട് ഫുദൈൽ ഇബ്നു ഇയാദ് എന്നവർ പറഞ്ഞൊരു വാക്കുകൂടെ ഉദ്ധരിക്കട്ടെ, ലം യുദ്രിക് മിൻ ഇൻദിനാ മൻ അദ്റക ബികസറത്തി സിയാമിൻ വലാ സ്വലാഹ്. നമ്മുടെ കാലക്കാരും മുൻഗാമികളും ഒരുപാട് നിസ്കാരമോ ഒരുപാട് നോമ്പോ ചെയ്തതുകൊണ്ടല്ല അവർക്ക് മഹത്വമുണ്ടായത്. പിന്നെയോ وإنما أدرك بسخاء الأنفس وسلامة الصدر والنصح للأمة. മുൻഗാമികൾക്ക് വിജയമുണ്ടാവാൻ കാരണം അവരുടെ ശരീരം ശുദ്ധമായത്, ഹൃദയം ശുദ്ധമായത്, മുസ്ലിം ഉമ്മത്തിന് സാരോപദേശം കൊടുത്തത് അതുകൊണ്ടാണ് അവർ രക്ഷപ്പെട്ടത്. മുസ്ലിം ഉമ്മത്തിന് സാരോപദേശം കൊടുത്തത്, ഹൃദയശുദ്ധിയുണ്ടായത്, ശരീരത്തെ ശുദ്ധി വരുത്തിയത് ഇതുകൊണ്ടാണ് എന്നല്ലാതെ കുറേ നിസ്കാരമോ നോമ്പോ അതൊന്നുമല്ല മുൻഗാമികൾ രക്ഷപ്പെടാൻ കാരണമായത്. അവരുടെ ഹൃദയം ശുദ്ധമായിരുന്നു എന്ന് മഹാനായ ഫുദൈൽ ഇബ്നുൽ ഇയാദ് റളിയല്ലാഹു തആല അൻഹു പറയാണ്. അല്ലാഹു നമ്മുടെ ഹൃദയം ശുദ്ധിയാക്കി തരട്ടെ. സല്ലു അലൻ നബി മുഹമ്മദിൻ വആലി. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه.
അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ വബാരിക് വസല്ലിം അലൈഹി. ഒരുപാട് സ്വലാത്ത് നമ്മുടെ ഹബീബിന്റെ ഹദറത്തിലേക്ക് എത്തും. അല്ലാഹു എത്തിച്ചു കൊടുക്കട്ടെ, അവിടുത്തെ അല്ലാഹു സന്തോഷിപ്പിക്കട്ടെ.